ഈ അടുത്ത കാലത്ത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും അല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലൊക്കെ പെട്ടെന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്ന കുറേ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ കൺമുന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിന് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം, അതായത് ഹൃദയസ്തംഭനം ഉണ്ടായിട്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ സിറ്റുവേഷൻസിന് ആംബുലൻസ് നമ്മൾ വിളിക്കും, ആംബുലൻസ് എത്താനൊരു ടൈം എടുക്കും. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഒരു സിറ്റുവേഷൻസ് ഓരോ സെക്കൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇനീഷ്യലി ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് CPR സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കാർഡിയോ പൾമണറി റെസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും ഒരു അതിജീവനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് CPR തന്നെയാണ്. CPR എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് ഏതൊരു കോമൺ മാനും അറിഞ്ഞിരിക്കണം. നമ്മുടെ നെഞ്ചിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ നെഞ്ചിന്റെ മധ്യഭാഗത്ത് നമ്മൾ കൈകൾ വെച്ച് ശക്തമായിട്ട് പുഷ് ചെയ്യുക എന്നുള്ളതാണ് CPR. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിനിമം ഒരു 100 to 120 ടൈംസ് ആണ് നമ്മൾ CPR ഒരു മിനിറ്റിൽ കൊടുക്കേണ്ടത്. ഒരു 30 കംപ്രഷൻ കഴിഞ്ഞാൽ ഒരു റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാം. ഇനി റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ അറിയാത്ത ആളാണെങ്കിൽ പോലും കുഴപ്പമില്ല. 30:2 എന്നുള്ളത് ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും കംപ്രഷൻ കണ്ടിന്യൂസ്ലി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഈ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ ഹാർട്ടിനെയാണ് നമ്മൾ ഈ പുഷ് ചെയ്യുന്നത്. ഹാർട്ട് ചെയ്യുക എന്താ, നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ആ ബ്ലഡ് സപ്ലൈ പോയാൽ മാത്രമേ എല്ലാ ഓർഗൻസിലേക്കും ആവശ്യമുള്ള ഓക്സിജൻ സപ്ലൈ നടക്കുള്ളൂ. അത് നമ്മുടെ ബ്രെയിനിലേക്ക് ആവാം, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസിലേക്കൊക്കെ ആവാം. അതുപോലെ എയർപോർട്ട്, മോൾ, മെട്രോ, ജിം, പല സ്ഥലങ്ങളിലും നമ്മളൊരു വാൾ മൗണ്ടഡ് ആയിട്ട് എക്യുപ്മെന്റ് കാണാറുണ്ട് അല്ലേ. AED എന്ന് പറയും, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. AED തുറക്കുമ്പോൾ തന്നെ ഏതൊരു സാധാരണക്കാരനും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവുക. കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. AEDയിൽ 2 പാഡൽസ് ഉണ്ട്, അത് ചെസ്റ്റിൽ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക. CPR കൊടുക്കുന്നതിനൊപ്പം തന്നെ AED ഓട്ടോമാറ്റിക്കലി ഹാർട്ടിന്റെ റിതം അനലൈസ് ചെയ്ത് ഷോക്ക് ചെയ്യേണ്ട റിതം ആണെങ്കിൽ ഷോക്ക് കൊടുത്ത് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ CPR കൊടുക്കുന്നതിനൊപ്പം AEDയും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള ഒരു പേഷ്യന്റെ സർവൈവൽ ചാൻസസ് ഒരുപാട് കൂടും.